ഹായ്. പലപ്പോഴും ആളുകൾ പക്ഷാഘാതമാണോ അല്ലെങ്കിൽ മുഖത്ത് ചെറിയ കോട്ടം ബെൽസ് പാൾസി ആണോ എന്ന് പലപ്പോഴും തെറ്റിദ്ധരിക്കലുണ്ട്. പലപ്പോഴും ബെൽസ് പാൾസി സ്ട്രോക്കായിട്ടും സ്ട്രോക്ക് ബെൽസ് പാൾസി ആയിട്ടും തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട്. ഇതെങ്ങനെയാണ് മനസ്സിലാക്കുക? ഇത് മുഖത്തെ ഞരമ്പിനെ മാത്രം ബാധിക്കുന്ന ബെൽസ് പാൾസി ആണോ അതോ തലച്ചോറിനെ ബാധിക്കുന്ന സ്ട്രോക്കിൻ്റെ ഭാഗമാണോ മുഖം കൂടിയത്? എങ്ങനെ മനസ്സിലാക്കാം? എങ്ങനെയാണെന്ന് വെച്ചാൽ ചെവിയുടെ പുറകിലുണ്ടാകുന്ന വേദന ബെൽസ് പാൾസിയുടെ പാർട്ടാണ്. പലപ്പോഴും ചെവിയിൽ അടപ്പ് വരിക, നാവിൻ്റെ ആ വശത്തുള്ള ടേസ്റ്റ് പോവുക, അല്ലെങ്കിൽ നമ്മൾ കണ്ണടക്കാൻ പറ്റാതിരിക്കുക, ഈ മുകൾ വശത്തും വീക്ക്നെസ് വരിക, അതായത് ഇപ്പം മേൽപോട്ട് നോക്കാൻ പറ്റില്ല, കണ്ണടക്കാൻ പറ്റുന്നില്ല, ചിറുകോടലുണ്ട്. ഇത് ബെൽസ് പാൾസിയിലാണ് വരിക. വളരെ അപൂർവമായിട്ട് പോൺസ് എന്നുള്ള ഒരു ബ്രെയിൻ്റെ പാർട്ടുണ്ട്. അവിടെയുള്ള ചില ബ്ലീഡിങ്ങോ അവിടെയുള്ള രക്തോട്ടക്കുറവുകൊണ്ടും ഇങ്ങനെ വരുന്നത് ഞാൻ കാണാറുണ്ട്. പക്ഷേ സാധാരണഗതിയിൽ വളരെ അപൂർവമാണ്, അപൂർവങ്ങളിൽ അപൂർവമാണ്. പക്ഷേ അങ്ങനെയുള്ള കേസുകളിൽ നമുക്കങ്ങനെ സംശയം ഉണ്ടെങ്കിൽ അവർക്ക് MRIയോ CT സ്കാനോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ സാധാരണഗതിയിൽ ബെൽസ് പാൾസി എന്ന അസുഖത്തിന് സ്കാനിൻ്റെ ആവശ്യമില്ല. ഓക്കെ. അപ്പോൾ ഒന്ന് നമ്മുടെ ഈ മുഖത്ത് കണ്ണിന് നെറ്റി ചുളിക്കാൻ പറ്റാതാവുക, കണ്ണടക്കാൻ പറ്റാതാവുക, ഇത് ഈ ചിറിയോടലിൻ്റെ കൂടെ വരികയാണെങ്കിൽ അത് ബെൽസ് പാൾസിയാണ്. നേരെ മറിച്ച് ഈ താഴ്ഭാഗത്ത് മാത്രമേ വരുന്നുള്ളെങ്കിൽ അത് 90-95% കേസ് അത് സ്ട്രോക്കിൻ്റെ ഭാഗം തന്നെയാണ്. പക്ഷേ ഇങ്ങനെയുള്ള കേസ് ചിലപ്പോൾ ഒരു ഭാഗത്ത് തുടങ്ങാം, മറ്റു ഭാഗത്തേക്ക് വ്യാപിക്കാതെ നമ്മൾ ശ്രദ്ധിക്കണം. അത് 1-2 ദിവസം കൊണ്ട് ഈ അസുഖം കൂടി വരുന്നുണ്ടോ നോക്കണം. സ്ട്രോക്ക് ആണെങ്കിൽ പെട്ടെന്ന് വന്ന് അത് പിന്നെ 2-3-4-5 ദിവസം കൂടെ ഇമ്പ്രൂവ്മെൻറ്റേ വരുള്ളൂ. പക്ഷേ ബെൽസ് പാൾസി ആണെങ്കിൽ ചെറുതായിട്ട് വന്ന് മെല്ലെ മെല്ലെ കൂടി 2-3-4 ദിവസം കൊണ്ടേ അത് മാക്സിമം ലെവലിലേക്ക് എത്തുള്ളൂ. പിന്നെ വേറൊന്ന് വെച്ചാൽ ഈ ഞാൻ പറഞ്ഞല്ലോ, സ്കാനിൽ ഇത് കണ്ടുപിടിക്കാൻ പറ്റും. ഈ സ്ട്രോക്ക് ആണെങ്കിൽ നെർവ് കണ്ടക്ഷൻ സ്റ്റഡി എന്നൊരു ടെസ്റ്റ് ഉണ്ട്, ഞരമ്പിൻ്റെ സ്റ്റഡി. അത് വെച്ച് നമുക്കിത് ബെൽസ് പാൾസി ആണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അതിൽ ചേഞ്ച് ഉണ്ടാകും. പക്ഷേ സ്ട്രോക്കിൽ അതിൽ ചേഞ്ച് കാണില്ല. പിന്നെ വേറൊന്ന്, ചിലവർ കോൺട്രാസ്റ്റ് MRI ഒക്കെ എടുക്കുകയാണെങ്കിൽ ബെൽസ് പാൾസി ആണെങ്കിൽ അതിൽ ആ ഞരമ്പിൽ കുറച്ചൊരു എൻഹാൻസ്മെൻറ്റ്, കുറച്ചൊരു ചേഞ്ച് കാണും. ബെൽസ് പാൾസി അത് സ്ട്രോക്കിൽ ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് നെർവ് കണ്ടക്ഷൻ വഴി കണ്ടുപിടിക്കുക, സ്കാൻ വഴി കണ്ടുപിടിക്കാൻ പറ്റും, ക്ലിനിക്കൽ സിംറ്റംസ് വഴി കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ പലതരം ഫേഷ്യൽ റിഫ്ലെക്സ് ഉണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്ന് കണ്ണൊക്കെ, യൂഷ്വലി ബെൽസ് പാൾസി ഇതൊന്നും ഉണ്ടാവില്ല. സ്ട്രോക്കിനാണെങ്കിൽ അതൊക്കെ നോർമലായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മളൊരു ബെൽസ് പാൾസി ഉള്ള ആളോട് ചിരിക്കാൻ പറഞ്ഞാൽ ഉള്ള ചിരി ഇതൊന്ന് കോട്ടം ഒന്നുകൂടി കൂടും. പക്ഷേ സ്ട്രോക്കുള്ള ആൾക്കാരോട് ചിരിക്കാൻ പറയുക അല്ലെങ്കിൽ ചിരിപ്പിക്കുകയാണെങ്കിൽ ആ കോട്ടം നോർമലാവും. ഇമോഷണൽ ഫൈബേഴ്സ് എന്ന് പറയും. അപ്പോൾ ഇത് വെച്ചിട്ടൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് പക്ഷാഘാതത്തിൻ്റെ പാർട്ടായിട്ടുള്ള മുഖം കൂടിയതാണോ അതോ ഈ ബെൽസ് പാൾസി എന്ന അസുഖമാണോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇത്രേ പറയുന്നുള്ളൂ. താങ്ക് യു വെരി മച്ച്.